ഹായ്, ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സോഫ്റ്റ്വെയറാണ്. നമുക്ക് ദഹുവയുടെ CCTV, അതിൻ്റെ ആക്സസ് കൺട്രോൾ, ടൈം അറ്റൻഡൻസ് സിസ്റ്റം എന്നിവ കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണിത്. അതിൻ്റെ പേരാണ് സ്മാർട്ട് PSS. ഓക്കെ, അപ്പോൾ നമ്മളത് സെർച്ച് ചെയ്തു, സൈറ്റിൽ വന്നു. നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡൗൺലോഡ് പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് ഒരുപാട്. വിൻഡോസ് ഉണ്ട്, മാക് ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്. മാക് യൂസ് ചെയ്യുന്നവർക്ക് മാക് സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിപ്പം വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ. സിപ്പ് ഫയലായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്തു. ഡബിൾ ക്ലിക്ക് കൊടുക്കുക എക്സൽ ഫയലിൽ. അതിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ സ്മാർട്ട് PSS ലൈറ്റ് നമുക്ക് ഇൻസ്റ്റാളേഷൻ വിൻഡോ വന്നു. ടേംസ് ഓഫ് കണ്ടീഷൻ എഗ്രി കൊടുത്തു, ഇൻസ്റ്റാളേഷൻ കൊടുത്തു. ഇനി വെയിറ്റ് ചെയ്യുക, അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കഴിയുന്നത് വരെ. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ NVR, DVR ഒക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വീഡിയോ മോണിറ്ററിങ്, ആക്സസ് കൺട്രോൾ, അറ്റൻഡൻസ്, ഇൻ്റർകോം. അങ്ങനെ 4 തരം എക്വിപ്മെൻ്റ് ഡിവൈസുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. ലൈസൻസ് എഗ്രിമെൻറ്റ് കൊടുക്കാം, പോളിസി എഗ്രിമെൻറ്റ് ഒക്കെ കൊടുക്കാം. ഇത് നെറ്റ്വർക്കാണ്. നമ്മൾ ആക്സസ് അലോ കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക, അത് എഗ്രി കൊടുക്കാം. ഇനി നമുക്ക് ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് നമ്മൾ ആഡ് ചെയ്യണം. ആ പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഈ പാസ്വേഡ് വേണം യൂസ് ചെയ്യാൻ. ഞാൻ ഓട്ടോ ലോഗിൻ ഓപ്ഷൻ കൊടുത്തു. ഇത് സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ നമ്മുടെ പാസ്വേഡ് മറന്നുപോയാൽ ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇതാണ് സ്മാർട്ട് PSS സോഫ്റ്റ്വെയറിൻ്റെ മെനു. അതിൽ നമുക്ക് മോണിറ്ററിങ് കാണുന്നുണ്ട്, ലൈവ് വ്യൂ കാണുന്നുണ്ട്, പ്ലേ ബാക്ക് കാണുന്നുണ്ട്. ഇത് നമുക്ക് നോട്ട് നോ കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക. ഇത് മോണിറ്ററിങ്, ആക്സസ് കൺട്രോൾ. ഇത് ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളാണ്. ഇത് അറ്റൻഡൻസ്, മോണിറ്ററിങ്, പേഴ്സണൽ പെർമിഷൻപരമായ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇൻ്റർകോം. അപ്പോൾ നമുക്ക് അത് CCTV തന്നെയാണ് നോക്കേണ്ടത്. ഡിവൈസ് താഴെ വരുന്നു, ഡിവൈസ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ IP അറിയാമെങ്കിൽ നമ്മൾ ആ IP റേഞ്ച് വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഡിവൈസുകൾ, ആ റേഞ്ചിലുള്ള റേഞ്ചിലുള്ള ഡിവൈസുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത IP കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓപ്ഷൻ കൊടുത്ത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ IP അഡ്രസ്സ് വിശദീകരണം പാസ്വേഡ് കൊടുത്ത് മാനുവലായിട്ട് ആഡ് ചെയ്യാം. ഇത് IP ഡൊമൈൻ നെയിമാണ്. IP അഡ്രസ്സ് കൊടുക്കാം, യൂസർ നെയിം, പാസ്വേഡ് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡിവൈസ്
ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് CCTVയുടെ ഓപ്ഷനാണ്. അതായത് നമുക്ക് ആക്സസ് കൺട്രോളിലോട്ട് പോകാം. പിന്നെ നമുക്ക് ലൈവ് വ്യൂ ഉണ്ട്. ലൈവ് വ്യൂവിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മോണിറ്ററിൻ്റെ വിൻഡോസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 ആക്കാം, 16, അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വിൻഡോസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഓരോ വിൻഡോസിൻ്റെ റേഷ്യോ നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്യാം. ആ ചേഞ്ചസ് നമുക്ക് താഴെ തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിലൊരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഡിവൈസ് ഗ്രൂപ്പുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ഓരോരോ സ്റ്റൈലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്ന. മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വിൻഡോസുകളാണ് ഇതെല്ലാം. ഇതൊരു ഡിഫോൾട്ട് ഗ്രൂപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലൊരു നെയിം കൊടുക്കാം. നമ്മളത് ഗ്രൂപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സൈറ്റുകളുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് പ്ലേ ബാക്ക്, അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിവൈസിൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതറിയാം, സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ടൈം, ഡേറ്റ്, വർഷങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് കാണാൻ കഴിയും. അടുത്തതായി വരുന്നത് ആക്സസ് കൺട്രോളാണ്. അപ്പോൾ ആക്സസ് കൺട്രോളിൻ്റെ മോണിറ്ററിങ്, പേഴ്സൺ, കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ കഴിയും. നമുക്ക് പുതിയ യൂസർ ആഡ് ചെയ്യാം, യൂസറിൻ്റെ ഡീറ്റെയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് യൂസർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെയിം കൊടുക്കാം, ID നമ്പർ കൊടുക്കാം. അതിനുശേഷം എന്താണ് യൂസ് ചെയ്യുന്നത്, ഫിംഗർ ആണെങ്കിൽ ഫിംഗർ, കാർഡാണെങ്കിൽ കാർഡ്, പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ ഡിവൈസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ വിധം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ല, നമുക്കിതെല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് മെഷീൻസിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് ഫങ്ഷൻസ് നമുക്കിതിൽ ഉപയോഗിക്കാം. അടുത്തതായി ആക്സസ് കൺട്രോൾ കോൺഫിഗറേഷനാണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നമുക്ക് ഇതിൻ്റെ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. പുതിയ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് ഏരിയയാണ്. നമുക്ക് സാധാരണ ഫിംഗർ പ്രിൻറ്റ് മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ഏരിയയിലാണ് വരുന്നത്, ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈസ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ വരിക. ഇത് ഡോർ പാരാമീറ്റേഴ്സ്, അത് ഡോർ തുറക്കുന്ന ടൈമുകൾ, കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ടൈം അറ്റൻഡൻസ് സിസ്റ്റത്തിലേക്ക് പോകാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. കണ്ടല്ലേ, ഇത് ഇൻ്റർകോമാണ്. ഇതിൽ ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഡിവൈസുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയറാണ് നമ്മൾ സാധാരണഗതിയിൽ സ്മാർട്ട് PSS ലൈറ്റ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറാണ് ദാവോയിലെ എല്ലാ ഡിവൈസുകളും നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇത് ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഇത് നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.